മലയാള സഹോദരന്മാരോട് ഉണ്ടാകും. നമ്മളെല്ലാരും വിചാരിക്കും സീമാനണ്ണനാണ് നല്ലത്. വെള്ളപ്പോലും കേൾക്കാറുണ്ട് സീമാനണ്ണന്റെ വർത്താനം, സീമാനണ്ണൻ ബെസ്റ്റാ, എല്ലാം ശരിയാണ്. പക്ഷെ നമ്മളുടെ ഉള്ളിലൊരു പേടി, സീമാനണ്ണൻ വന്നാൽ ഇവർ നമ്മളെ പുറത്താക്കുവോ, മലയാളികളെ പുറത്താക്കുവോ, കന്നഡമാരെ പുറത്താക്കുവോ എന്നുള്ള പേടിയുണ്ട്. ആ പേടി എന്തിനാ മലയാളികൾക്ക്? വരേണ്ട ആവശ്യമില്ല. സീമാനണ്ണൻ പറയുന്നത് എന്താ വെച്ചാ, ഏക മലയാളികളായിക്കോട്ടെ, കന്നഡരായിക്കോട്ടെ, തെലുങ്കരായിക്കോട്ടെ, നിങ്ങളെല്ലാവരും ആദിതമിഴരാണ്. ആദിതമിഴ്, നിങ്ങൾ ദ്രാവിഡനല്ല. നിങ്ങളെ പെറ്റ അമ്മ തമിഴാണ്. തമിഴമ്മ ജനിപ്പിച്ച മക്കളാണ്. അത് ഏറ്റവും ഒടുവിൽ ജനിപ്പിച്ച മക്കളാണ് മലയാളികൾ. അങ്ങനെ ആകുമ്പോൾ എന്തിനാണോ നിന്റെ തറവാട് കണ്ട് നിനക്ക് പേടി വരുന്നത്? തമിഴരുടെ പാർട്ടി എന്ന് നീ എന്തിനാ കൊങ്ങനം കുത്തുന്നത്? അതാവശ്യമില്ല. നമ്മൾ ഏത് മണ്ണിൽ ജീവിക്കുന്നോ ആ മണ്ണിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ജീവിക്കുക. ഏത് മണ്ണാണോ നമുക്ക് അള്ളി തരുന്നത് ആ മണ്ണിന്റെ നന്മയ്ക്ക് വേണ്ടി നിൽക്കുക. ആ മണ്ണിന്റെ നന്മയും തലവൻ ആരാണെന്ന് നോക്കിയാ അണ്ണൻ സീമാൻ മാത്രമേ ഉള്ളൂ. സീമാനെ വിട്ടാൽ നമുക്ക് ഗതിയില്ല മക്കളെ. നിങ്ങൾക്ക് വേറെ ഒന്നും കൂടി പറയാം. നമുക്കൊരു പക്ഷേ തലവർ പ്രഭാകരനെ കാണുമ്പോ പേടി വരാം. തലവർ പ്രഭാകരനെ കാണുമ്പോ വെള്ളപ്പോലെ ഈ ദ്രാവിഡ പാർട്ടികൾ പറഞ്ഞു വരുന്നത് ഇവർ നിങ്ങളെ പുറത്താക്കും, ഇവന്മാർ തീവ്രവാദിയാണ് എന്തെല്ലാം പറയും. പക്ഷേ ഏകവും മലയാളികൾ നമ്മൾ കമ്മ്യൂണിസത്തിനെ പിടിക്കുന്നവരാണ്. സെഗുവേരവിനെ അധികം ഉയർത്തിപ്പിടിക്കുന്നവരല്ലേ. അർജന്റീനയിൽ ജനിച്ച സെഗുവേര, ക്യൂബയിലെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോയി സെഗുവേര, അവിടെ നിന്ന് ബൊലീവിയക്ക് ചെന്ന് സെഗുവേരയെ നിനക്ക് ഉയർത്തിപ്പിടിക്കാൻ പറ്റും, പതാക ഉയർത്തിപ്പിടിക്കാൻ പറ്റും. കാരണം ആ തലവനെ കുറിച്ച് അറിവുണ്ട്. പക്ഷേ നിനക്കില്ലാത്തൊരു അറിവ് ഞാൻ പറയാ. ഈ പ്രഭാകരൻ നിന്റെ ചോരയാണ്, നിന്റെ DNA ആണ്. ഈ പ്രഭാകരൻ നിന്റെ തറവാട്ടിൽ ജനിച്ചവനാണ്. നിന്റെ അമ്മാമന്റെ വീടാണ് ഇത്, നിന്റെ തറവാടാണ്. നമുക്ക് ഭാഷ മാറിയപ്പോൾ സംസ്കൃതം വന്നപ്പോൾ നമ്മൾ വേറെ വീടായി, നമുക്ക് വേറെ റേഷൻ കാർഡായി. ആ റേഷൻ കാർഡ് അവിടെ ഉണ്ട്, തമിഴ്നാട്ടിലൊരു റേഷൻ കാർഡ് ഉണ്ട്. പക്ഷേ എന്റെ മലയാളി ചെറുക്കൻ അവിടെ ഇവിടെ കോളേജ് പഠിക്കണം, ഈ റേഷൻ കാർഡിൽ പേര് കയറ്റണം എന്ന് പറയുമ്പോൾ ഈ അമ്മാമ്മമാര് പറയും, ഈ തറവാട്ടുകാരുമാര് പറയും, നീ എന്റെ റേഷൻ കാർഡിൽ വന്ന് ചേർന്നോ, ഇവിടെ പഠിച്ചോ, ജീവിച്ചോ, എന്ത് വേണമെങ്കിലും ചെയ്തോ എന്നല്ലേ പറയുന്നത്. എന്നാലോ നമ്മൾ അവിടെ നിന്ന് വന്ന് ജീവിക്കുന്ന നമുക്ക് ക്രിമികളി പാടില്ല. ഈ റേഷൻ കാർഡിലെ ഇതിന്റെ കുടുംബ തലവൻ ഈ തമിഴ്നാട്ടിന്റെ ഭരിക്കുന്നവനായിരിക്കണം, നിന്റെ അമ്മാമ്മന്റെ വീട്ടുകാരനായിരിക്കണം, നിന്റെ തറവാട്ടിന്റെ വീട്ടുകാരനായിരിക്കണം. അല്ലാതെ ഞാൻ അവിടെ നിന്ന് വരണമെന്ന് വിചാരിക്കുന്നത് തന്നെ എത്ര മോശമാണ്, എത്ര കേവലമാണ്. അതാണ് ചെയ്യുന്നത് വടുകത്തിലങ്കന്മാർ. അതിന് മറുപടി കൊടുക്കണം മലയാളികൾ. തമിഴമ്മ പ്രസവിച്ച, ഏറ്റവും ഒടുവിൽ പ്രസവിച്ച കുട്ടികളാണ് മലയാളികൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള അറിവ് വേണം. ഞാൻ ആദി തമിഴാണ്, എന്റെ മാതൃഭാഷ മലയാളമാണെങ്കിലും എന്റെ ഗ്രാൻഡ് മദർ ഭാഷ തമിഴാണെന്ന് പറയണം.